ആഹാ സ്വാദ് മായാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഷ് മോളി റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അതിനായി ആവോലി ഒരെണ്ണം സ്കിൻ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന ഫിഷ് മോളിക്ക് ആദ്യം ഫിഷ് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ചട്ടിയിലേക്ക് 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും മുളക് പൊടിയും അല്പം ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ഇത്തിരി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഒരു ചെറിയ കളർ കിട്ടാൻ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഫിഷ് ഇട്ട് മസാലയൊന്ന് പിടിപ്പിച്ചെടുക്കാം. രണ്ട് സൈഡും ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. വെളിച്ചെണ്ണയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. ചെയ്യുന്നതിനായി ഒരു പാനിൽ ഈ മീൻ വറുത്ത വെളിച്ചെണ്ണ തന്നെ നമുക്ക് കുറച്ചെടുക്കാം. ചൂടാകുമ്പോൾ ആദ്യം 2 ചെറിയ പീസ് പട്ടയും ഗ്രാമ്പു ഏലക്ക ഇവ 2 വീതം ഇട്ട് ചൂടായ ശേഷം 1.5 ടേബിൾ സ്പൂൺ വീതം തീരെ ചെറുതായിട്ടരിഞ്ഞ് ഇഞ്ചിയും നീളത്തിൽ കനം കുറച്ചരിഞ്ഞിട്ട് എടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ഇട്ട് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു വലിയ സവോള തീരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. നല്ല എരിവുള്ള 4 പച്ചമുളക് കൂടി 2 നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് വഴറ്റാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. സവോള ബ്രൗൺ കളറായി വരുമ്പോൾ 2 ചെറിയ ടൊമാറ്റോ നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് വഴറ്റാം. ഞാൻ ടൊമാറ്റോയുടെ അകത്തുള്ള സീഡ്സ് ഒക്കെ മാറ്റിയെടുത്തിട്ടാണ് ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. അല്പം മാത്രം വഴറ്റിയ ശേഷം തേങ്ങാപ്പാൽ 1 കപ്പ് ചേർക്കാം. ഇപ്പോൾ 2ാം പാലാണ് ചേർക്കുന്നത്. ഒരു തേങ്ങ ചിരണ്ടിയതിൽ ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചെടുത്ത 1ാം പാലും വീണ്ടും അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അരിച്ചെടുത്ത 2ാം പാലുമാണ് ഇതിൽ ചേർക്കാനായി ഞാൻ എടുത്തേക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് പതിയെ ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം ചാറൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വിനെഗർ ചേർക്കാം.
ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതേപോലെ പാൻ ഒന്ന് ചുറ്റിയെടുത്ത് മിക്സ് ചെയ്യാം. മീൻ ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അല്പം കൂടി കുറുകി വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഇതിലേക്ക് ചേർക്കാം. തിള വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഫിഷ് മോളി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിൽ ചേർക്കാനായി നീളത്തിൽ സ്ലൈസ് ചെയ്ത ഒരു സവോളയും വട്ടത്തിൽ ഇത്തിരി തിക്കായിട്ട് അരിഞ്ഞ ടൊമാറ്റോയും അല്പം നെയ്യ് ചൂടാക്കി അതിലിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നെയ്യിൽ വഴറ്റിയെടുത്ത സവോളയും ടൊമാറ്റോയും തയ്യാറായിരിക്കുന്ന ഫിഷ് മോളിയിലേക്ക് ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ ഈ ഫിഷ് മോളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് വരുന്നത്. എല്ലാവരും ഇങ്ങനെ ഫിഷ് മോളി ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ഒക്കെ മറക്കാതെ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.